ഹലോ, നടുവേദനയൊക്കെ വരുമ്പം പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു വേദന വന്നു നമ്മൾ പെയിൻ കില്ലേഴ്സ് കഴിക്കുകയാണ്, നമുക്കൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും. പക്ഷെ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വേദന മാറുന്നില്ല. ആ ഉള്ള വേദനയെ തൽക്കാലത്തേക്ക് ഒന്ന് മാസ്ക് ചെയ്യുക മാത്രമാണ് ഈ പെയിൻ കില്ലേഴ്സ് ചെയ്യുന്നത്. ആ വേദന ഉണ്ടാക്കുന്ന റിയൽ കാരണങ്ങൾ അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? ഒന്നുകിൽ മസിൽസിന് ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിഫ്നെസ് കൊണ്ടായിരിക്കും ആ വേദന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്കിന്റെ ബൾജിനെസ് കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്, ഡീജനറേഷൻ തേയ്മാനം കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലിഗമെന്റിന് ഉണ്ടാകുന്ന വീക്ക്നെസ് കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്. ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള അനേകം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു വേദന ഉണ്ടാകുന്നത്. ഒരുപക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഈ മൂല കാരണത്തെ ഒരു ചെറിയൊരു ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ ആ ഒരു മൂല കാരണത്തെ മാറ്റാതെ പെയിൻ കില്ലേഴ്സ് എടുത്തിട്ട് താൽക്കാലിക റിലീഫ് കിട്ടുകയും ഈ ഒരു വേദന ഇഗ്നോർ ചെയ്യുകയും ചെയ്യാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പം കാലതാമസം എടുക്കും തോറും ഈ ഒരു ചെറിയ കാരണം വലുതായി വരികയും ഒരു വലിയൊരു ട്രീറ്റ്മെന്റിലേക്കൊക്കെ അത് പോവേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. അപ്പം ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വേദന വരുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്കൊരു ലോങ് ടൈം റിലീഫ് ഞാൻ ചെയ്യുന്നത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആണ്. ആയുർവേദത്തിൽ നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് വഴിയാണ് ഈ വേദനയെ ഇല്ലാതാക്കുന്നത്. അപ്പൊ അത് പെയിൻ കില്ലേഴ്സ് അല്ല, പകരം അതിന്റെ മൂല കാരണത്തെ ഇല്ലാതാക്കുകയാണ് ഈ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് വഴി നമ്മൾ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ലോങ് റിലീഫ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എടുത്ത് ഇതിന്റെ റിയൽ കോസിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇത്തരത്തിലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. നന്ദി.